മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? അല്ല, ഇതിനകത്ത് വടക്കൻ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിനകത്ത് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. കണ്ണൂരും പാലക്കാടും ഒഴിച്ച് ഏതാണ്ട് ആ പറഞ്ഞതുപോലെ തന്നെ വരാം. പക്ഷേ മധ്യ കേരളത്തിൽ അത്ര വലിയ ഒരു കോമ്പറ്റീഷൻ UDF-ന് പിന്നെ LDF-ഉം തമ്മിൽ നോക്കുമ്പോൾ LDF-ന് നൽകാൻ കഴിയുമോ എന്നതും സംശയമാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ തീർച്ചയായിട്ടും LDF-ന് ചെറിയ മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP പിടിക്കുന്ന വോട്ടുകളുടെ കണക്കുകൾ കൂടി നോക്കിയാണ്. BJP കൂടുതൽ വോട്ടുകൾ LDF-ൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നെ LDF-ന് ദോഷമായിട്ട് വരും. പക്ഷേ UDF-ൽ നിന്നാണ് അധികം പോകാനുള്ള സാധ്യത എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളത്തിൽ LDF-ന് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ താങ്കൾ ശരിവെക്കുക തന്നെയാണ് ചെയ്യുന്നതില്ലേ? അപ്പോൾ ഇതിൽ വലിയ മാർജിൻ ഇടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് പറ്റാത്ത ഒരു സാഹചര്യം UDF-ന് ഉണ്ടാകുമോ ഇല്ലയോ, അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ ഇല്ലയോ? ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല. 80 സീറ്റ് മിനിമം ഇത്തവണ UDF-ന് കിട്ടും. സാർ, ചില സർവേകൾ ഈ നെക്ക് ടു നെക്ക് എന്ന രീതിയിൽ, അതായത് BJP-ക്ക് 3 മുതൽ 7 വരെ സീറ്റുകൾ പ്രവചിക്കുന്ന സർവേകളുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് അതാണ് കേരളത്തിൽ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആകുക എന്നുള്ളത്. ഒരു സർവേ അല്ലേ, ഒരു സർവേ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. 70 മുതൽ 7 വരെ സീറ്റുകൾ BJP കിട്ടുന്നു, 70-75 സീറ്റുകൾ UDF-ൽ ലഭിക്കുന്നു, 65 സീറ്റിൽ LDF ഒതുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഉള്ള അവരുടെ ഒരു മോഹക്കൊട്ടാരമുണ്ടല്ലോ, അങ്ങനെയും സാധ്യതകൾ ഒരു സർവേയിലുണ്ട്. അതെ, BJP-ക്ക് 5 സീറ്റും NDA-യിലെ മറ്റ് 2020 അടക്കമുള്ള ഘടകകക്ഷികളിൽ 2 സീറ്റും, അങ്ങനെ 7 സീറ്റ് വരെ പോകാമെന്നുള്ളതാണ്. പക്ഷേ അതിൽ BJP-ക്ക് 4-5 സീറ്റ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതുപോലെ ഈ കൺസോളിഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ ഒരു വളരെ കൃത്യമായ കണക്കുണ്ട്. അത് ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ, ഈ കേരളത്തിലെ മൊത്തം ന്യൂനപക്ഷ ഏരിയകളിൽ 52% വോട്ടുകൾ UDF-ന് അനുകൂലമായി വീഴുകയാണ്. 35-ലേക്ക് താഴുകയാണ്, 30 താഴേക്കാണ് LDF-ൽ ലഭിച്ച വോട്ട് വിഹിതം. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഈ ഒരു മുന്നേറ്റത്തിൽ UDF-നെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് 2019-ലെ ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചതുപോലെ 20 സീറ്റും 1 സീറ്റ് LDF-നും എന്ന പോലെ വന്നപ്പോൾ ഉണ്ടായ ഒരു ട്രെൻഡ് തന്നെയാണ് ഈ 26-ലും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലും ഒരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 78 സീറ്റുകളിൽ വളരെ പ്രധാനം പറഞ്ഞത്. അതിൽ ഏറിയ പങ്കും ആ 78-ൽ ഏതാണ്ട് 65-നും 68-നും ഇടയ്ക്ക് സീറ്റ് വരെ UDF-ന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് പ്രശ്നം വരില്ല. ബാക്കി 62 സീറ്റുകൾ പിന്നെയും കിടക്കുകയാണ്. അതിൽ നിന്നും അവർക്ക് കൂടുതൽ സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 80 മാർക്കിലേക്ക് അവരെത്തുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി, എക്സിറ്റ് പോളുകളിൽ അത്ര വലിയ വ്യത്യാസം ഏജൻസികൾ തമ്മിൽ ഇല്ല അല്ലേ? എക്സിറ്റ് പോൾ ഏകദേശം തുല്യമാണ്. 90 വരെ പറയുന്നുണ്ട് UDF-ന്. ആക്സിസ് മൈൻഡ്. ഇത് തമിഴ്നാട്ടിലേക്ക് കൂടി ഒന്ന് പോലെ. തമിഴ്നാട് ഏറെ നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ട തെരഞ്ഞെടുപ്പ് ഫലമാണ്. വിജയുടെ ഫാക്ടറൊക്കെ അവിടെ എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ DMK-ക്ക് ഭരണ തുടർച്ച കിട്ടുമോ? സ്റ്റാലിൻ വീണ്ടും അധികാരത്തിലെത്തുമോ? അതോ അണ്ണാ DMK BJP സഖ്യം അവിടെ എങ്ങനെയായിരിക്കും? നമ്മുടെ തമിഴ്നാട്ടിലെ കൃത്യമായ പ്രവചനം, വോട്ട് വൈബിന്റെ പ്രവചനം വരുന്നത് അത് 114 മുതൽ 124 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് AIDMK BJP സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷെ അവിടെയും നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. 114 എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെയാണ് TVKയുടെ പ്രസക്തി. അവിടെ 118 സീറ്റുകൾ വേണം തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന്. അവിടെ അണ്ണാ DMK പ്ലസ് അതിൽ BJP ഉൾപ്പെടുന്നു 119 എന്നുള്ളതാണ്. നമ്മൾ ആ മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അണ്ണാ DMK BJP സഖ്യം 119. അതേസമയം സ്റ്റാലിന് അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല. DMK ചുരുങ്ങുന്നു. 108. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പറയുമ്പോഴും എഡ്ജ് അവിടെ കിട്ടാൻ പോകുന്നത് അണ്ണാ DMK ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എടുത്താൽ വേണമെങ്കിൽ 113 സീറ്റുകൾ വരെ, 7 സീറ്റുകൾ തൊട്ടടുത്ത് വരെ വേണമെങ്കിൽ എത്താം. 7 സീറ്റുകൾ TVKക്ക്, 7 സീറ്റ് TVKക്ക് പ്രവചിക്കുമ്പോൾ AIDMKയും TVKയും ചേർന്നാൽ അവിടെ സർക്കാർ രൂപീകരിക്കാം. അതാണ് നമ്മുടെ വോട്ട് വൈബ് സർവേ ഫലമായി പറയുന്നത്. ഇന്നലെ നമ്മൾ കേട്ടതാണ് വിജയും ഒപ്പം AIDMK നേതാക്കൾ തമ്മിലൊക്കെ രഹസ്യ ചർച്ചകൾ നടത്തിയെന്നത്. ഒരുപക്ഷെ ഈ സർവേ ഫലം, ഈ എക്സിറ്റ് പോൾ ഫലം അതനുസരിച്ചുള്ള ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഒപ്പം ഈ വോട്ട് പേഴ്സൻറ്റേജ് കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല മഞ്ജുഷ. 39.9% മാത്രമാണ് AIDMK കിട്ടുന്നതെങ്കിൽ DMKക്ക് 38.9%. അതായത് കേവലം 1% വ്യത്യാസത്തിൽ മാത്രമാണ് ഇത്തവണ തമിഴ് ജനത കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്.
വിജയുടെ പാർട്ടി ഡിസൈഡിംഗ് ഫാക്ടർ ആവുന്നു എന്നുള്ളതാണ്. 4 മുതൽ 10 സീറ്റുകൾ വരെ കിട്ടാം, പക്ഷേ 15% വോട്ട് 16%-ത്തിനടുത്ത് വോട്ട് അത് DMK-യുടെ വോട്ട് കട്ടറായിട്ട് വിജയുടെ പാർട്ടി TVK മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത്. DMK ചിലപ്പോൾ ഭരണത്തിൽ നിന്ന് പോയേക്കാം, അണ്ണാ DMK ഭരണത്തിലേക്ക് തിരിച്ചെത്താം എന്നുള്ളതാണ്. ഒറ്റ സീറ്റിന്റെ മേൽക്കൈ അല്ലേ, 118 എന്ന മാന്ത്രിക സംഖ്യയേക്കാൾ ഒറ്റ സീറ്റിന്റെ മേൽക്കൈ കിട്ടാം, 119 എത്താം എന്നുള്ളതാണ് അണ്ണാ DMK BJP മുന്നണിക്ക്. അതേസമയം സ്റ്റാലിന്റെ DMK+, കോൺഗ്രസും ഇടതു പാർട്ടികളും ഒക്കെ ചേർന്നുള്ള ആ മതേതര പുരോഗമന സഖ്യത്തിന് അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തുവാനേ കഴിയുകയുള്ളൂ എന്നാണ് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ പറയുന്നത്. മറ്റ് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇത് കൃത്യമായ ഒരു മേധാവിത്വം എന്ന് പറയാൻ കഴിയില്ല. ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇങ്ങനെ ഒരു സീറ്റെണ്ണം വന്നാൽ AIDMK-യും TVK-യും തമ്മിൽ യോജിച്ച് തമിഴ്നാട്ടിൻ്റെ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തെളിയും. സ്വാഭാവികമായും 119 എന്നുള്ളത് കേവല ഭൂരിപക്ഷത്തേക്കാൾ ഒരു സീറ്റ് മാത്രം മുകളിലാണ്. അതൊരു സുസ്ഥിര സർക്കാരിന് ഒരിക്കലും സഹായകരമാകില്ല. സ്വാഭാവികമായിട്ടും തമിഴ്നാട് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സഖ്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ മാറിയേക്കാം. ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ ഒരു അപ്രമാദിത്വം അവിടെയും തമിഴ്നാട്ടിലും ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. AIDMK-യും DMK-യുമായി കമ്പയർ ചെയ്യുമ്പോൾ 119 സീറ്റ് AIDMK-ക്കും 103 മുതൽ 113, അതായത് 107ലേക്ക് DMK ചുരുങ്ങിയേക്കാം എന്നാണ് വോട്ട് വൈബിന്റെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. വിജയുടെ പാർട്ടി 4 മുതൽ 10 സീറ്റുകൾ വരെ നേടും. 14.8% വോട്ടുകൾ നേടിയാണ് വിജയുടെ പാർട്ടി അവിടെ ഡിസൈഡിംഗ് ഫാക്ടർ ആകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വനിതകളുടെ വോട്ടിൽ 18%-ഓളം വോട്ടുകൾ TVK-ക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു കണക്ക് കൂടിയുണ്ട്. പുരുഷന്മാരെക്കാൾ TVK-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്. വിജയ് ഫാൻസ് അവിടെ ഡിസൈഡിംഗ് ഫാക്ടർ ആകുന്നു എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ് കൂടിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തിൽ UDF സർക്കാർ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ അനുസരിച്ചാണെങ്കിൽ 90 വരെ എത്താം. വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ചാണെങ്കിൽ 75 എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ 80 വരെ UDF-ന് എത്താം എന്നുള്ളതാണ്. എല്ലാ എക്സിറ്റ് പോളുകളിലും BJP-ക്ക് സീറ്റ് പറയുന്നുമുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവേ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. എത്ര കണ്ട് ഭൂരിപക്ഷം UDF ജയിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര കണ്ട് ഭൂരിപക്ഷം കിട്ടും. മിക്ക സർവേകളിലും കാണുന്നത് UDF-ന് ഒരു മിനിമം ഭൂരിപക്ഷം 5, മാക്സിമം 70, മാക്സിമം 80 വരെ, കൂടിയാൽ ഏറിയാൽ 80 വരെ. അതിനപ്പുറത്തേക്കുള്ള പ്രവചനവുമുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തിന് അത്ര കണ്ട് കുറയാൻ പറ്റത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു മിനിമം 65-70 വരെ എത്താം എന്നും പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.